ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കിച്ചൺ ടിപ്സിന്റെ തന്നെയാണ്. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലിത്തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ കൈകൊണ്ട് ഇളക്കിയെടുക്കാൻ പാകത്തിലുള്ള അടിപൊളി കിഡിലൻ ടിപ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ ഇഡ്ഡലിത്തട്ടൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കിയതിനു ശേഷം ഉരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ തുടച്ചെടുത്താലും മതി കേട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ വെളുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ടിപ്സ് കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള തൂവെള്ള നിറമുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ഞാൻ പച്ചരിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന അളവിൽ തന്നെ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തൂവെള്ളം നിറമുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ ഞാൻ ഇതിലോട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇഡ്ഡലി റൈസ് ആയാലും പച്ചരി ആയാലും ഒക്കെ വാങ്ങുന്ന ടൈമിൽ അത്യാവശ്യം വെള്ള കളറിലെ അരി വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയും നല്ല വെള്ള കളർ ഉണ്ടാവും. ചിലവരൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി വരുമ്പോൾ ലൈറ്റ് മഞ്ഞ കളർ ആവും. അപ്പൊ അതിനുള്ള മെയിൻ കാരണം നമ്മുടെ അരിയുടെ കളർ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഴുകിയെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. നമ്മൾ ലാസ്റ്റ് കുതിർക്കാൻ വെക്കുന്ന വെള്ളം നല്ല ട്രാൻസ്പെറന്റ് ആയിരിക്കണം കേട്ടോ. അത്രയും ക്ലിയർ ആയിട്ട് കഴുകിയെടുക്കണം. അപ്പൊ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കാം. ഒരു 3-4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് 1/2 കപ്പോളം ഉഴുന്നാണ്. അതായത് 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ എടുക്കുന്ന ടൈമിൽ ഇതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കാനായിട്ട് നോക്കണം. പാതി പിളർന്ന ടൈപ്പിലുള്ള ഉഴുന്ന് നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പൊ അതെടുക്കാൻ പാടില്ല. ഇതുപോലുള്ള മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കണം. പിന്നെ അതെടുക്കുന്ന ടൈമിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് പച്ചരി ചെയ്ത പോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പോളം സാഗോ റൈസ് ആണ്. സാഗോ റൈസ് എന്നും പിന്നെ ചവ്വരി എന്നും പിന്നെ അതുപോലെ തന്നെ സാബൂദാന ഒക്കെ വിളിക്കുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്നതാണ്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അത് ഞാൻ 1/4 കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലിനും പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ്. അധികം ചേർത്ത് കൊടുക്കാൻ പാടില്ല, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും ഞാൻ ചവ്വരിന്റെ കൂടെ തന്നെ കുതിർക്കാനായിട്ട് വെക്കുകയാണ്. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അങ്ങനെ എല്ലാം കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അരക്കാൻ നേരത്തെ ഇതുപോലെ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഉഴുന്ന് അരച്ചെടുക്കണം. പിന്നെ ഉഴുന്ന് അരച്ചെടുക്കുന്ന ടൈമിൽ അരി കുതിർത്തെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ ലൂസായി പോകട്ടെ മാവ്. അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുക്കറിലേക്കാണ്. ചെറിയൊരു തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കുക്കറിൽ ഇട്ടിട്ട് മാവ് പൊളിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ പൊളിച്ചിട്ടു കേട്ടോ. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരി അരച്ചെടുക്കുന്ന ടൈമിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ അരി കുതിർത്ത വെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഓവർ നൈസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് പച്ചരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം അരച്ചെടുക്കുകയാണെങ്കിൽ നൈസായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. അതേസമയം നമ്മൾ ഇഡ്ഡലി റൈസ് ഒക്കെയാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ അരച്ചെടുത്താലും ചെറിയൊരു തരിതരിപ്പ് അതിലുണ്ടാവും. അപ്പൊ പച്ചരിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അരച്ചെടുക്കുന്ന ടൈമിൽ ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചവ്വരിയും കൂടി അരച്ചെടുക്കാവുന്നതാണ്. ഞാനിത് ഈ ഒരു മിക്സിയുടെ ജാറിൽ കൊള്ളില്ലാന്ന് കരുതിയിട്ട് ചവ്വരി ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് പച്ചരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചവ്വരി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ പച്ചരിയുടെ കൂടെ ചേർത്ത് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഓവറായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കുത്തിക്കയറ്റി അരക്കുന്ന ടൈമിൽ ലോഡ് കൂടുതലായിട്ട് മിക്സിയുടെ ജാറും പെട്ടെന്ന് ചൂടാവും കേട്ടോ. അപ്പൊ ഈ ഒരു ജാറും ചൂടാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു മാവും നന്നായിട്ട് തന്നെ ചൂടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പൊ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കുത്തിക്കയറ്റി വെക്കാതെ 2 ട്രിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണം. അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉഴുന്നിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അരച്ചെടുത്തത് തരിതരിപ്പോട് കൂടിയാണ്. ഈ ഒരു തരിതരിപ്പിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി അരയാതെ ഇരിക്കാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് നൈസായിട്ട് അരയാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ പച്ചരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇഡ്ഡലിക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പൊ തന്നെ ചേർത്ത് കൊടുക്കാം. അതേസമയം നമ്മൾ മാവൊക്കെ പൊളിച്ച് പൊങ്ങി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൊങ്ങി വന്ന മാവൊക്കെ താഴ്ന്നു പോകട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുക്കറിന്റെ തന്നെ അടപ്പ് വെച്ചിട്ട്
നന്നായിട്ട് അടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് പുളിപ്പിക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇതിപ്പോ ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലിയുടെ തട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണല്ലേ ഈ ഒരു ഇഡ്ഡലി തട്ടില് ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാന്നുള്ളത്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണെങ്കിലും അതിനെ തട്ട് കഴുകിയെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. കുതിർത്ത് വെച്ചിട്ടൊക്കെയാണ് കഴുകിയെടുക്കാറുള്ളത് അല്ലെ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇഡ്ഡലി ഒട്ടും തന്നെ ആ ഒരു തട്ടില് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലൻ ട്രിക്ക് തന്നെയാണ് കേട്ടോ ഇത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് ബട്ടറാണ്. ഈ ഒരു ബട്ടർ നമുക്ക് തട്ടിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ എണ്ണയൊക്കെ പരട്ടി കൊടുക്കാറില്ലേ, അതേ രീതിയിൽ നമുക്ക് ഈ ഒരു ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. എണ്ണയ്ക്ക് പകരമായിട്ട് ഇതുപോലെ ബട്ടർ തേച്ചിട്ട് നിങ്ങൾ ഇഡ്ഡലി ഒന്ന് ചുട്ടു നോക്കുക കേട്ടോ. ശരിക്കും അതിശയപ്പെടുന്ന രീതിയിൽ ഒരു തരി പോലും ആ ഒരു തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇഡ്ഡലി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ബട്ടറൊക്കെ പരട്ടി കൊടുത്തതിന് ശേഷം അതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മാവ് ഒഴിച്ച ഈ ഒരു തട്ട് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇതിപ്പോ പെട്ടെന്ന് ആ ഒരു വെള്ളം ഒന്ന് തിളച്ചിടാനായിട്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഇതേ കിടന്ന് ആവിയൊക്കെ വരട്ടെ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടുണ്ട്. ഇതിപ്പോ തീന്ന് എടുത്ത ഉടനെയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഈ ഒരു ആവിന്ന് എടുത്ത ഉടനെ നമ്മൾ ഇളക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അതിലോട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഒട്ടും തന്നെ ഇളകി കിട്ടുകയും ചെയ്യില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കും അല്ലെ. അപ്പോൾ ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ചൂട് കാരണം എനിക്ക് തൊടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ ഉപയോഗിച്ചത്. കണ്ടില്ലേ, ഈ ഒരു ഇഡ്ഡലിയുടെ ബാക്ക് ഭാഗം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇഡ്ഡലിയുടെ ബാക്ക് ഭാഗമാണെങ്കിലും നല്ല സ്മൂത്തും ആണ്. പിന്നെ അത് മാത്രമല്ല ഇഡ്ഡലി തട്ടിലാണെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്ത ഒരു പാട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലി തട്ടിലോട്ട് ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കൈവച്ചിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ചൂട് കാരണം മാത്രമാണ് ഞാൻ സ്പൂൺ യൂസ് ചെയ്തത്. സ്പൂൺ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള തൂവെള്ളം നിറയുള്ള ഇഡ്ഡലിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആ ഒരു ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ചെമ്മീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ചെമ്മീനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് കൂടി ആ ഒരു കട്ട് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാന്ന് കരുതിയത്. സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിന്റെ നെടുകെ ഒന്ന് കീറി കൊടുക്കല്ലേ, അതിന്റെ നാരെടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കത്തിയിടൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇതിനുള്ളിൽ നാരെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ചെമ്മീന്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒറ്റൊരു ചെമ്മീന്റെ തലഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ചെമ്പിന്റെ തലഭാഗം മാത്രം ഇതുപോലെ കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു കണ്ണിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ആ ഒരു കൂർത്ത ഭാഗം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഈ ഒരു കൂർത്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ചെമ്മീൻ എടുത്തിട്ട് ഞാൻ അതിന്റെ തലയുടെ ഭാഗം ചേർത്തിട്ടാണ് കേട്ടോ കറികളൊക്കെ എടുക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ തലയുടെ ഭാഗം എടുക്കാത്തവരാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ അതിന്റെ ആ ഒരു തോടൊക്കെ ഒന്ന് ഇളക്കി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു തലയുടെ ഭാഗം എടുത്തതിന് ശേഷം ആ ഒരു കൂർത്ത ഭാഗത്തുകൊണ്ട് ഈ ഒരു വാലിന്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി വലിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടാതെ തന്നെ ആ ഒരു വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിലോ ചെമ്മീനായാലും പോലും നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ ഈ ഒരു നാര് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മളിത് ആ ഒരു പാനിലിട്ട് ഇതുപോലെ ഒരു 3-4 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്കിത് ഒരു ചെറിയ കഷ്ണം സവാള കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മീനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പ്രത്യേകിച്ച് മത്തിയോ അയലയൊക്കെ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.